ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും താജ് വെച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്താ വെച്ചാൽ നമ്മുടെ മഷ്റൂം വെച്ചിട്ടൊരു ഓംലെറ്റാണ് കേട്ടോ. ഇങ്ങനെ നോമ്പ് തുറക്കൊക്കെ നമുക്ക് എപ്പോഴും എണ്ണയിൽ തന്നെ പൊരിക്കാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ തീ ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്കൊരു 4 അല്ലി, വലിയ അല്ലിയാണ് കേട്ടോ വെളുത്തുള്ളി, അത് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്, അത് ചേർക്കാം. ഇനി നമുക്ക് ബട്ടറിൽ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി പച്ചമുളകൊക്കെ പോയിട്ട് നല്ലൊരു വെളുത്തുള്ളി ബട്ടറിൽ കിടന്ന് മൂക്കൂടെ ഒരു മണം വരുമല്ലോ, അപ്പോൾ അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്കൊരു മീഡിയം സൈസ് സവാള വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ആളെയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ടിട്ട് വരുമ്പോൾ നമ്മൾ 200 ഗ്രാം മഷ്റൂമാണ് കേട്ടോ കട്ട് ചെയ്തത്, അത് ചേർത്ത് കൊടുക്കുക. അതിലേക്കൊരു വലിയ കാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ, അത് അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്തിട്ടിക്കോട്ടെ. ഈ മഷ്റൂമിന് വലിയ വേവൊന്നുമില്ല, വേഗം തന്നെ വെന്തിട്ടിക്കോളും. നല്ല ഫ്രഷ് മഷ്റൂമൊക്കെ ഇങ്ങനെ ഷോപ്പിലിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഭയങ്കര കൊതിയാണ്. അത് ഫ്രഷായിട്ടുള്ള പച്ചക്കറി, ഫ്രഷായിട്ടുള്ള മഷ്റൂം, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതൊരു ഭയങ്കര ഒരു താല്പര്യമാണ് എനിക്ക് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ എരിവിന് ഇതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇത് അടച്ച് വെച്ചൊന്നും വേവിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ, അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്തിട്ടിക്കോളും. അതുകൊണ്ട് നമ്മളെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആദ്യമായിട്ട് കാണുന്നവർ കേട്ടോ. എന്നിട്ട് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് എന്താണ് നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താമെന്ന് പറഞ്ഞു വെച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഷ്റൂമിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരെ, എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് വെന്തിട്ടിക്കോളും. ഇപ്പോൾ അടച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ, നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ മഷ്റൂമും ക്യാപ്സിക്കൊക്കെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുപ്പ് ഓഫ് ചെയ്തിട്ട് വേണം മല്ലിയില ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മഷ്റൂം ഒന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണേ. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് 4 കോഴിമുട്ട ഇട്ട് കൊടുത്തേക്കണക്ക് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ബീറ്റ് വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യണത്. അപ്പോൾ ഇതേപോലെ ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് നല്ല അടി കട്ടിയുള്ള പഴയ തവകളെന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയ ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഫ്രൈ പാന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് ഫ്രൈ പാനിൻ്റെ എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാവരും ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ. നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്ന തവ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് മുട്ട കരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണേ. എന്നിട്ട് നമുക്ക് പതപ്പിച്ചെടുത്ത ഈ മുട്ടയില്ലേ അത് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഷ്റൂമിൻ്റെ കൂട്ടില്ലേ അത് ചേർത്ത് കൊടുക്കുക. അത് എല്ലാവരുടെയും ആയിട്ട് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ വളരെ പതുക്കെ കേട്ടോ ചേർത്ത് കൊടുക്കണത്, വീഡിയോ ഒത്തിരി ലെങ്തി ആവണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് സ്പീഡ് കൂട്ടി കാണിക്കണതാണേ. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണേ, ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് വേവിക്കണേ. അടപ്പിൻ്റെ എയർ ഹോളിൽ അത് ചെറിയൊരു ടിഷ്യൂ പേപ്പർ ചുരുട്ടി വെച്ചിട്ട് നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റീമിൽ തന്നെ ഇരുന്നത് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണേ. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഒരു ചട്ടകം വെച്ചിട്ട് നമുക്കിതൊന്ന് പതുക്കെ എല്ലാ അരികവശവും ഇങ്ങനെ വിടിയിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു പ്ലേറ്റ് കമത്തി വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയേ. ഇപ്പോൾ അരികൊക്കെ നന്നായിട്ട് വിട്ടിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഫ്രൈയിങ് പാനിലോട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇനി വെന്തിട്ടിക്കോളും. അടിവശം മാത്രം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ അടിവശം കൊണ്ടൊന്ന് വെന്തിട്ടിക്കോളും. ലോ ഫ്ലെയിമിലല്ലേ നമ്മൾ കുക്ക് ചെയ്തെടുത്തത്, അതിൻ്റെ പേരിൽ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ.
നല്ല അടിപൊളി ടേസ്റ്റാട്ടോ ഈ ഓംലെറ്റ് കഴിക്കാൻ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ അതിൽ നിന്ന് ഓരോ പീസ് മുറിച്ചെടുത്തിട്ട് എല്ലാവർക്കും കഴിക്കുക. എല്ലാ ദിവസവും ഇതേപോലെ എണ്ണയിൽ പൊരിച്ച് തന്നെ കഴിക്കണമെന്നൊരു നിയമവും ഇല്ലല്ലോ. അപ്പോൾ നോമ്പിൻ്റെ ഗുണങ്ങൾ തന്നെ നമുക്ക് കിട്ടൂല എല്ലാ ദിവസവും ഈ എണ്ണയിൽ പൊരിച്ചത് കഴിച്ചാലേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.